അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ അന അജ്സി ബിഹി എന്ന് പറഞ്ഞ നോമ്പിന് ഞാനാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുക എന്ന് എല്ലാ അമലുകൾക്കും പ്രതിഫലം നൽകുന്നവനായ പ്രതിഫലദാതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വ അന അജ്സി ബിഹി എന്ന് നോമ്പിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പിന് മറ്റൊരു ഇബാദത്തിനുമില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാധാന്യം കൂടിയ പ്രത്യേകം കൂടിയ ഈ ഇബാദത്തിന് അതിൻ്റേതായ ഷർത്തുകളും നിബന്ധനകളൊക്കെ പാലിക്കപ്പെടേണ്ടതുമുണ്ട്. നോമ്പെടുക്കുമ്പോൾ പൊതുവേ നമ്മൾ ചർച്ച ചെയ്യാറുള്ള, നമ്മൾ ചിന്തിക്കാറുള്ള വിഷയങ്ങളാണ് നോമ്പ് എങ്ങനെയാണ് യഥാർത്ഥ ഒരു പൂർണ്ണ ശരിയായ രൂപത്തിൽ പൂർണ്ണ പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ എങ്ങനെയാണ് നോമ്പെടുക്കുക എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ നോമ്പ് മുറിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പലരോടും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ നോമ്പ് മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് ധാരണ പിശകുകളുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഈ വീഡിയോയിൽ കടന്നു വരുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് 3 കാര്യങ്ങളാണ് നോമ്പ് മുറിക്കപ്പെടാൻ ഹേതുവാകുന്നത്. ഒന്ന് അക്കല് അഥവാ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. രണ്ടാമത്തതൊന്ന് ഷുർബാണ്, പാനീയം. മൂന്നാമത്തെ ഷഹ്വത്ത്, വികാരമാണ്. ഈ 3 കാര്യങ്ങൾ കൊണ്ട് മാത്രമേ നോമ്പ് മുറിക്കപ്പെടുകയുള്ളൂ എന്ന് ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആധുനികമായി എന്തൊക്കെ സമൂഹം കണ്ടെത്തി കഴിഞ്ഞാലും ഏതൊക്കെ ചികിത്സാ രീതിയിലേക്ക് പോയി കഴിഞ്ഞാലും ഈ 3 രീതിയിൽ നമുക്ക് നോമ്പിൻ്റെ വിധിവിലക്കുകളെ ചുരുക്കിക്കെട്ടാവുന്നതാണ്. കുറച്ച് ഉദാഹരണങ്ങളിലൂടെ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഭക്ഷണം കഴിച്ചാൽ, ചോറ് തിന്നു കഴിഞ്ഞാൽ നോമ്പ് മുറിയുന്ന നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ കാര്യമാണ്. വെള്ളം കുടിച്ചാൽ നോമ്പ് അറിയുന്ന കാര്യമാണ്. അങ്ങനെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, ഭക്ഷണവും വെള്ളവും കഴിഞ്ഞ് അങ്ങനെ ചികിത്സാ രീതികളിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ആശയക്കുഴപ്പത്തിലാവാറുണ്ട്. ആ ആശയക്കുഴപ്പം നീക്കൽ കൂടിയാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്നുള്ളത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പലരും ചോദിക്കാറുണ്ട്, ആസ്മ രോഗികളായ ആളുകളൊക്കെ ചില സമയത്ത് പണ്ഡിതന്മാരോട് ചോദിക്കാറുണ്ട്, എനിക്കെൻ്റെ രോഗത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മരുന്നായിക്കൊണ്ട് ഒരു സ്പ്രേ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ആ സ്പ്രേ ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താണ്, ഞാൻ നോമ്പ് വീട്ടേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അവിടെ മഹാന്മാരായ ആലിമീങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്, ആസ്മ രോഗികൾ ഉപയോഗിക്കുന്ന ആ സ്പ്രേ കാരണം അവരുടെ നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ്. അതിനെന്താണ് കാരണം? പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം പറയുകയാണ്, ആസ്മ രോഗി ഉപയോഗിക്കുന്ന ആ മരുന്ന്, ആ സ്പ്രേ എന്നുള്ളത് ഒരു അഖിലിൻ്റെ ഭക്ഷണത്തിൻ്റെ എണ്ണത്തിൽ പെടുത്താൻ പറ്റൂല എന്നാണ്. കാരണം എന്താണ്? ഭക്ഷണത്തിൻ്റെ എണ്ണത്തിൽ പെടുത്തണമെങ്കിൽ പണ്ഡിതന്മാർ പറയുകയാണ്, ത്വബഈയായ പ്രകൃതിപരമായി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു അവയവമാണ് വായി എന്നുള്ളത്. ആ വായയിലൂടെ പ്രവേശിച്ചത് എത്തുന്നതാകട്ടെ ആമാശയത്തിലേക്കാണ്. വായയിലൂടെ പ്രവേശിച്ച ആമാശയത്തിലേക്കൊരു വസ്തു എത്തുമ്പോഴാണ് അത് നോമ്പ് മുറിക്കപ്പെടാൻ കാരണമാവുക എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആസ്മ രോഗികൾ ഉപയോഗിക്കുന്ന സ്പ്രേ എന്നുള്ളത് ആമാശയത്തിലേക്കല്ല എത്തുന്നത് എന്നും അത് നമ്മുടെ രക്തധമനികളിലേക്കുമല്ല, മറിച്ച് അത് നമ്മുടെ വായുസഞ്ചാരം എളുപ്പമാക്കുവാനും അതുപോലെ തന്നെ ശ്വാസകോശത്തിന് കുറച്ചുകൂടി വിശാലത കൈവരിക്കാനുമാണ് ആ സ്പ്രേ സഹായിക്കുക എന്ന് പറയാറുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വായയിലൂടെ പോയി എന്നതുകൊണ്ട് അല്ലെങ്കിൽ മൂക്കിലൂടെ പ്രവേശിച്ചു എന്നതുകൊണ്ട് നോമ്പ് മുറിയണമെന്നില്ല. അത് പ്രകൃതിപരമായി വായയിലൂടെ പ്രവേശിച്ച് ആമാശയത്തിലേക്ക് എത്തുന്ന രീതിയിലാകുമ്പോൾ മാത്രമാണ് നോമ്പ് മുറിയുക എന്നുള്ളത്. രണ്ടാമത്തെ ഒരു വിഷയം, ചില ആളുകൾ പറയാറുണ്ട്, സുഗന്ധം പൂശിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയുമെന്ന് പറയാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പൂർണ്ണമായി, റസൂലുള്ളാഹിയുടെ കാലത്ത് അത്തറുണ്ട്, റസൂലുള്ളാഹിയുടെ കാലത്ത് ബുഖൂറുണ്ട്, സുഗന്ധദ്രവ്യങ്ങളുണ്ട്. റസൂലുള്ളാഹി നോമ്പുകാരനായിരിക്കുകയും സുഗന്ധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത്തരമുള്ള ഒരു കാര്യവും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ളതും, സ്പ്രേ ആയിക്കോട്ടെ അതുപോലെ തന്നെ അത്തറായിക്കോട്ടെ, ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് നോമ്പുകാരന് വിലക്കില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമൊരു ഉദാഹരണം എന്നുള്ളത്,
പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യാൻ പറ്റുമോ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. പണ്ഡിതന്മാർ അതിൽ പറഞ്ഞത് സൂക്ഷ്മത എന്നുള്ളത് സുബഹിക്ക് മുമ്പായി അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷമായി കൊണ്ട് പേസ്റ്റ് ഉപയോഗിച്ച് തേൽക്കുക എന്നുള്ളതാണ്. എന്നാൽ ഒരാൾക്ക് വിശ്വാസമുണ്ട്, ഞാൻ ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുമ്പോൾ അത് ആമാശയത്തിലേക്ക് എത്തില്ല എന്നൊരു ധൈര്യമുണ്ടെങ്കിൽ അവന് അത്തരത്തിൽ പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യാമെന്ന് പണ്ഡിതന്മാർ സൂക്ഷ്മത ചേർത്തിക്കൊണ്ട് പറഞ്ഞതായിക്കൊണ്ടും കാണാൻ സാധിക്കും. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ. ചില ആളുകൾ കുഹലിനെക്കുറിച്ച് അഥവാ കൺമഷി ഇടുന്നതിനെക്കുറിച്ച്, സുർമയിടുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടാറുണ്ട്. അതൊന്നും നോമ്പ് മുറിക്കപ്പെടുന്ന കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കാണാൻ സാധിക്കും ഹുക്കിന് ഉപയോഗിക്കുന്നത്, അഥവാ സിറിഞ്ച് സൂചി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറയാണ് സൂചി വെക്കുന്നത് 2 തരത്തിലാണ്. ഒന്നാമത്തത് അനുവദിക്കപ്പെട്ടതും രണ്ടാമത്തത് ഹറാമുമാണ്. അനുവദിക്കപ്പെട്ട സൂചി വെക്കൽ എന്നുള്ളത് രോഗത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ രോഗിയായിരിക്കെ നമുക്ക് ഡോക്ടർ പറയുകയാണ് നിങ്ങൾ സൂചി വെക്കണം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമ്മൾ സൂചി വെച്ചത് കൊണ്ട് നമ്മുടെ നോമ്പ് മുറിയുകയില്ല. കാരണം പണ്ഡിതന്മാർ പറയാണ് ആ സൂചി വെക്കൽ എന്നുള്ളത് ഒരു പോഷകാഹാരമായി കൊണ്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, മറിച്ച് രോഗത്തിനുള്ള മരുന്ന് മാത്രമായിക്കൊണ്ടാണ്. ആ രീതിയിൽ നമ്മൾ നമ്മുടെ വരീതിയിലേക്ക്, നരമ്പിലേക്കോ മസിലിലേക്കോ നമ്മൾ സൂചി വെക്കുമ്പോൾ നമ്മുടെ നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പണ്ഡിതന്മാർ പറയുകയാണ് അനുവദനീയമല്ലാത്ത സൂചി വെക്കൽ എന്നുള്ളത് ന്യൂട്രീഷൻ ആയിക്കൊണ്ട്, പോഷകമായിക്കൊണ്ട് നമ്മളൊരു ഗ്ലൂക്കോസിൻ്റെ എഫക്റ്റ് നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിൻ്റെ എഫക്റ്റ് നമുക്ക് നൽകുന്ന സൂചി വെക്കലുകൾ അത് ഹറാമാണ് എന്നുകൂടി പണ്ഡിതന്മാർ അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ ഉദാഹരണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്കിലിൻ്റെയും ഷുർബിൻ്റെയും പരിധിയിൽ വരുന്നത്, അഥവാ നമ്മുടെ പ്രകൃതിപരമായിക്കൊണ്ട് വായയിലൂടെ പ്രവേശിച്ച് ആമാശയത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിന് സമാനമായ പാനം ചെയ്യൽ, അതുപോലെ തന്നെ ഗുളിക കുടിക്കലുകളൊക്കെ അനുവദിക്കപ്പെടില്ല എന്നുള്ളതും, അല്ലാത്ത കാര്യങ്ങൾ ചില ആളുകളൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും ശരീരത്തിൻ്റെ ഏത് ഭാഗത്തൂടെ എന്ത് പ്രവേശിച്ചാലും നോമ്പ് മുറിയെന്നൊക്കെ ചില ആൾക്കാർ പറയട്ടെ, അതൊക്കെ തെറ്റാണ്. അതുപോലെ തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ചില ആൾക്കാർ പറയാറുണ്ട് ചെവിയിൽ മരുന്നുറ്റിച്ച നോമ്പ് മുറിയെന്നൊക്കെ. അതൊക്കെ തെറ്റായ ഒരു ധാരണയാണ്. ചെവിയിലൂടെയോ കണ്ണിലൂടെയോ മൂക്കിലൂടെയൊക്കെ നമ്മൾ തുള്ളി മരുന്നുറ്റിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുകയാണ് അതൊന്നും ഈ ഒരു ഭക്ഷണത്തിൻ്റെ പരിധിയിലും അല്ലെങ്കിൽ പ്രകൃതിപരമായ നമ്മുടെ ഭക്ഷണം നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അത് ആ ഒരു ഗണത്തിൽ അത് പെടില്ല എന്നുള്ളതും, അതുകൊണ്ട് തന്നെ അതൊന്നും നോമ്പ് മുറിക്കപ്പെടാൻ കാരണമാവില്ല എന്ന് പണ്ഡിതന്മാർ ചേർത്ത് പറയുന്നുണ്ട്. ഈ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ നേരത്തെ പഠിച്ചൊരു അടിസ്ഥാനത്തിലേക്ക് നമ്മൾ മടങ്ങേണ്ടത്, അഥവാ അക്ല്, ഷുർബ്, ഷഹ്വത്ത്, ഭക്ഷണം, വെള്ളം, വികാരം, ഈ 3 കാരണങ്ങളാണ് നോമ്പ് മുറിക്കാൻ കാരണമാവുകയുള്ളൂ. അത് തന്നെ ഭക്ഷണവും വെള്ളവും നമ്മൾ പ്രകൃതിപരമായി നമ്മൾ കൈകാര്യം ചെയ്യുന്ന, ഭക്ഷിക്കുന്ന, പാനം ചെയ്യുന്ന ഒരു രീതിയിലൂടെ പ്രവേശിക്കുമ്പോൾ മാത്രമാണ് അത് നോമ്പ് മുറിക്കപ്പെടാൻ കാരണമാവുക എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.